പൊന്നോ പൊന്നോ വാ വാ വാടി ഇങ്ങോട്ട് വന്നേ വാ പാപ്പം തരാം വാ പാപ്പം തരാം വാ ജാനി ചേച്ചിയോട് പാത്രം എടുത്തോണ്ട് വരാൻ പറ പാപ്പം തിന്നാൻ പറ വിളിച്ചേ എന്താക്കളെ മതി മതി വായിലിട്ടായിരിക്കട്ടെ. ഞാൻ പറഞ്ഞു എനിക്ക് പേടിയാ. എന്റെ പാത്രമല്ലേ അത്? കഴിഞ്ഞ ആഴ്ച പോയില്ലല്ലോ. ആ മതി, ഒരെണ്ണം കൂടെ, ഒന്നുകൂടെ എടുത്താൽ മതി. ബാക്കി കറി വെക്കാം. അത് കറി വെക്കാം. അത് നമുക്ക് കൊണ്ടുപോകാം. പ്രിയങ്ങളെ, അമ്മക്കിളിയുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരാള് കുളിച്ചിട്ട് അവിടെ ഇരിക്കുമായിരുന്നു. പിന്നെ എൻ്റെ കൂടെ ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്ക് വീണ്ടും വിയർത്തു. വീണ്ടും ഒരു കുളി പാസ്സാക്കി. ഇപ്പൊ വീണ്ടും കുളിച്ചേച്ച് ഇങ്ങോട്ട് വന്നതേ ഉള്ളൂ. കണ്ടോ വിയർക്കുന്നുണ്ട്. ഉച്ചയുറക്കമൊക്കെ കഴിഞ്ഞു. അമ്മമ്മ പിടിച്ച് കിടത്തി ഉറക്കി. മുറ്റത്തൊക്കെ ഇറങ്ങി നടക്കുന്നേ. അയ്യോ. വന്ന വഴിക്ക് ജാനിക്കുട്ടിയുടെയും കുഞ്ഞോന്റെ ഇടയ്ക്കലൊന്ന് കയറി. പിന്നെ നമുക്ക് കുറച്ച് സ്പെഷ്യലൊക്കെ കിട്ടിയായിരുന്നു. പങ്കൊക്കെ കൊടുക്കണ്ടേ. മുറുക്ക്, നെയ്യപ്പം, ലഡു, ഹലുവ ഉണ്ടായിരുന്നില്ലേ? അത് ഞാൻ കണ്ടില്ല. നെയ്യപ്പമാണ് കണ്ടിരിക്കുവായിരുന്നു. ഇന്നലെ അവിടെ അടുക്കള കാണലല്ലായിരുന്നു. അവിടെ അടുക്കള കാണലിന്റെ വിഭവങ്ങളാണ് കേട്ടോ. അണ്ണം കുറച്ച് കൊണ്ട് തന്നാണ്. പിന്നെ കുറേ പഴുത്തമാങ്ങ കിട്ടി. അപ്പം ഞാൻ പഴുത്തമാങ്ങാക്കറി വെക്കുന്നതിനേക്കാളും എനിക്കിഷ്ടം അമ്മയോ മാമിയൊക്കെ വെച്ച് തരുന്ന കഴിക്കുന്നതാണ്. അതാണല്ലോ അതിൻ്റെ ഒരു രസം. അപ്പോൾ അവർക്ക് രണ്ടുപേർക്കും കൊണ്ട് കൊടുത്തിട്ടുണ്ട്. മോനിക്കുട്ടിനെ കഴിക്കാൻ 5-6 എടുത്തോണ്ട് പോയിരുന്നു. പിന്നെ വേറെ എന്താണ് പ്രിയങ്ങളെ, മീൻ ഇന്നലെ വാങ്ങിച്ചത് ഫ്രീസറിൽ വെച്ചേക്കും. അത് കറി വെക്കണം. സൂപ്പർ മാർക്കറ്റിൽ കയറി പാലും മൊണാക്കോയും ആരോ റൂട്ടല്ല ന്യൂട്രി ചോയ്സ്, പിന്നെ വൻപയർ. കഴിഞ്ഞ ദിവസം നമ്മൾ കഞ്ഞി കുടിക്കാൻ വൻപയർ സമ്മതിച്ചില്ല. വൻപയറില്ലായിരുന്നു. ഇതൊക്കെ മേടിച്ചോണ്ട് ഇങ്ങോട്ട് പോരുത്. ചോറിരിപ്പുണ്ട്, മീൻകറി വെക്കണം, കഴിക്കണം. അമ്മ കപ്പ വേവിച്ച് തന്നിട്ടുണ്ടായിരുന്നു ഇന്നലെ. മോരുകറി ഇരിപ്പുണ്ട്. പിന്നെ കുറച്ച് കൂട്ടാൻ എനിക്ക് കിട്ടി. അതും അജെണ്ണം കൊടുത്താൽ കേട്ടോ. അതിനകത്ത് അവിയലൊക്കെ ഉണ്ടായിരുന്നു. അത് ഞാൻ മാമിക്ക് കൊടുത്തു. ഇവിടെ എനിക്ക് ഇത് ഉണക്കക്കൊഞ്ച് തോരന്, പിന്നെ ഇത് ചമ്മന്തി. അത് മോനിക്കുട്ടിന് ഇഷ്ടം. അത് രണ്ടും ഞാൻ കൊണ്ടുപോരുന്നു. പിന്നെ ചമ്മന്തി. കുളിച്ചിട്ടൊക്കെ വരട്ടെ. വന്ന ഉടനെ മുറ്റം തൂത്തു. 3-4 ബെഡ്ഷീറ്റ് കഴിഞ്ഞ ദിവസം കഴുകിയിട്ടായിരുന്നു. വാഷിംഗ് മെഷീൻ ശരിയാക്കി. കാരണം ഇവിടെ ഒരാൾ പൈപ്പ് ശരിയാക്കാൻ വന്നായിരുന്നു. അപ്പോൾ അദ്ദേഹത്തോട് സാറ് പറഞ്ഞിട്ടുണ്ടായിരുന്നു വാഷിംഗ് മെഷീൻ ഓടുന്നില്ല എന്നുള്ളത്. അപ്പോൾ പുള്ളി വന്ന് നോക്കി. അതിൻ്റെ ഏതാണ്ടൊരു ഫിൽറ്റർ പോലൊരു സാധനം ഉണ്ടല്ലോ, അത് തുറന്നപ്പോൾ കുറേശ്ശെ വെള്ളം വരുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ വാഷിംഗ് മെഷീനകത്തിട്ട് ബെഡ്ഷീറ്റ് കഴുകി. 4-5 ബെഡ്ഷീറ്റ് ഉണ്ടായിരുന്നു. 2 മാമി വന്നപ്പോൾ കഴുകി കേട്ടോ. ബാക്കിയുള്ളത് ഞാൻ അന്നേരം വാഷിംഗ് മെഷീനകത്തിട്ട് കഴുകി. അതൊക്കെ ഉണങ്ങി കിടക്കുമായിരുന്നല്ലേ, എടുത്തുകൊണ്ടിട്ടു. ഇനി നാളെ നമുക്ക് പള്ളിയിൽ പോകണം. കഴിഞ്ഞ ഞായറാഴ്ച പള്ളിയിൽ പോയില്ല. ഈ ഞായറാഴ്ച പള്ളിയിൽ പോകണം. അപ്പോൾ
നാളെ കുറച്ച് തുണികളൊക്കെ കഴുകാനുണ്ട്, അത് വാഷിംഗ് മെഷീനകത്ത് ഇടാം. ഒന്ന് കുളിച്ചേം വെച്ച് വരട്ടെ, അപ്പോഴത്തേക്ക് മീനൊക്കെ ഒന്ന് ഐസൊക്കെ വിടട്ടെ. എന്നോടുള്ള നിൻ സർവ നന്മകൾക്കായി ഞാൻ എന്തോ ചെയ്യേണ്ടു നിനക്കേശുപര, ഇപ്പോഴെന്തോ ചെയ്യേണ്ടു നിനക്കേശുപര. കുളിയും ജപവും കഴിഞ്ഞു. ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ എടുത്ത് വെച്ചിട്ടാണ് ഞാൻ കുളിക്കാൻ പോയത്. അപ്പം നമുക്കൊന്ന് ചതച്ച് മീൻകറി അങ്ങോട്ട് അടുപ്പയിലാക്കാം. അതിൻ്റെ ഇടയ്ക്ക് 1-2 കോളൊക്കെ വന്നു. അങ്ങനെ മീൻകറിയുടെ അരപ്പൊക്കെ സെറ്റായി അതിൻ്റെ ഇടയ്ക്ക് കേട്ടു. ഇട്ടു. ഇന്നലെ കറിവേപ്പിലേക്ക് ആവശ്യം പോലെ ഇട്ടുകൊണ്ട് വന്നിട്ടുണ്ട്. എത്ര ദിവസമായി കരിയാപ്പില തീർന്നിട്ട്. തിളച്ചിട്ട് നമുക്ക് മീൻ കുട്ടന്മാരിട്ട് ഒരുക്കിയിടാം. മീൻകറി അടുപ്പയിലായി, ചോറ് വാർത്തിട്ടു. ഇനി ഞാൻ കുടിക്കാൻ ഇച്ചിരി വെള്ളം തിളപ്പിക്കട്ടെ. നമ്മുടെ ഉണക്കക്കൊഞ്ചും ക്യാബേജും കൂടെ ഒരു തോരൻ, അത് അവിടുത്തെ ഒരു സ്പെഷ്യലാണ് കേട്ടോ. നമ്മുടെ ടൗണിൽ പാറയിൽ എന്ന് പറഞ്ഞൊരു ഹോട്ടലുണ്ട്, അത് അജയണ്ണൻ്റെ ഫ്രണ്ടാണ്. അജയണ്ണൻ ഇന്ന് കറി വാങ്ങിക്കാൻ പോയി, ചിക്കൻ കറി. റൈസ് ഉണ്ടായിരുന്നു, ഇന്നലെ അവിടെ ചടങ്ങല്ലായിരുന്നു, അതിൻ്റെ റൈസ് ഉണ്ട്, കറിയൊക്കെ തീർന്നായിരുന്നു. അപ്പോൾ റൈസ് ഉള്ളത് കൊണ്ട് ചിക്കൻ കറി വാങ്ങിക്കാൻ അവിടെ പോയി. അന്നേരം അജയണ്ണന് കൊടുത്തു വിട്ടതാണ് ഈ കറി കേട്ടോ. അപ്പോൾ അവർക്ക് ചോറുണ്ടല്ലോ, അപ്പോൾ എനിക്ക് കൊണ്ട് തന്നെ. നമ്മൾ ചോറിൻ്റെ ആൾക്കാരാണ്. നമുക്ക് ചോറുണ്ടാലോ പ്രിയങ്ങളെ. എന്തെങ്കിലും എടുത്ത നിധാനെ അടച്ചു വെക്കണം, അല്ലെന്നുണ്ടെങ്കിൽ വെളിയിൽ നിന്ന് പൊടി വീഴും. ഇവിടെ ഓടി നടക്കുന്ന ആൾക്കാരെ പറ്റി ഞാൻ എപ്പോഴും പറയാറില്ലേ, അവർ രാത്രിയിൽ ഉറങ്ങുന്നിടം വരെ ഓടി നടക്കും. എനിക്കാണെങ്കിൽ ഇപ്പം ഈ സംഭവങ്ങളൊക്കെ കേൾക്കുമ്പോൾ പേടിയാണ്, അനക്കം കേൾക്കുന്നത് പേടിയാണ്. ഭയങ്കര ഒരു നെഞ്ചിനകത്തൊരു ആദി വെച്ചിട്ടാണ് ഞാൻ കിടന്നുറങ്ങുന്നത്. ഉറക്കത്തിൽ ഉണരുമ്പോഴെല്ലാം ആ ചിന്ത ഇങ്ങനെ മനസ്സിൽ വരും. മോനുകുട്ടന് കിടക്കുന്നിടത്തൊക്കെ ഞാനിങ്ങനെ ദൈവം കാക്കും. ചായ കുടിച്ച ഗ്ലാസ് ഇതുവരെ കൊണ്ടുവച്ചില്ല. എഴുന്നേക്ക്, ബാ ചോറുണ്ണ. വരൂ. കപ്പ വേണ്ടേ? കപ്പ ചോറും കഴിക്കും. കപ്പ നല്ല കഴിക്കരുത് രാത്രി. വേണ്ട, ചമ്മന്തി ഉണ്ട്. വാ. ഇച്ചിരി കപ്പ ഇച്ചിരി ചോറ്. മോരൊഴിക്കട്ടെ? മതിയോ? ഉറക്കപ്പാ. ഗുഡ് നൈറ്റ്. ഇച്ചിരി ചോറെടുക്കാം, കപ്പ കഴിക്കണം. കപ്പ അത് ഞാൻ ഇച്ചിരി എടുത്തോളൂ കേട്ടോ. ചമ്മന്തി
ഇത് ക്യാബേജ് ഉണക്കക്കൊഞ്ചും കൂടെ ഉള്ള തോരനാട്ടോ. അത് ഇച്ചിരി എടുത്തു. ഞാനൊരു ഇച്ചിരി മോര് കറി ഒഴിക്കുവാണ്. കുറച്ചേ ഉള്ളൂ, നാളെ നമുക്ക് മോര് കറി വെക്കണം. മീൻ കറി വെക്കട്ടെ. തേടും മീൻ കറി വെച്ചത്. തലക്കഷ്ണം എടുക്കാം, കാരണം ഇത് ഞാൻ കഴിച്ച് തീർക്കേണ്ടതാണ്. ഇച്ചിരി ചാറൊഴിക്കാം. രണ്ടാൻ കറി പറ്റാനുണ്ട്, ഞാൻ ഇച്ചിരി ചാറാക്കി വെച്ചത് കപ്പ കഴിക്കേണ്ടത് കൊണ്ട് കേട്ടോ. അപ്പോൾ എന്നും പറയുന്നത് പോലെ എൻ്റെ പ്രിയങ്ങളോടെല്ലാം സ്നേഹം, സന്തോഷം. നാളെ കാണാമെന്ന പ്രതീക്ഷയോടെ ഇന്ന് നമുക്ക് ടാറ്റ പറയാം. വീഡിയോ കാണാനും കമൻ്റ് ഇടാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. നിങ്ങളുടെ സപ്പോർട്ട് വളരെയേറെ അത്യാവശ്യമാണ്, മറക്കരുത് കേട്ടോ. അപ്പോൾ ടാറ്റ, ഓക്കെ, ബൈ ബൈ, സീ യു. കൊച്ചു കൊച്ചു വീട്ടുവിശേഷങ്ങളുമായി വീണ്ടും കാണാമേ.